രാത്രി ഇവിടെ വരും. അബൂ ഹമദ് ഗസാലിയുടെ അദ്ദുറത്തുൽ ഫാഖിറ വ ദഖീറത്തുൽ ഷാക്കിറ എന്നൊരു കിതാബുണ്ട്. 1987 ഞാൻ ആ കിതാബ് ദൈവബന്ധിലെ ലൈബ്രറിയിൽ നോക്കിയതാണ്. 1987 ആ കിതാബിൽ ഇമാം ഗസാലി പറയുന്ന വർത്താനുണ്ട്. എന്ത്? മിക്കവാറും രാത്രി എൻ്റെ വീട്ടിൽ റസൂൽ വരാറുണ്ട്. റസൂലിനേക്കാൾ വലിയ ആളായിട്ടല്ല ഗസാലി, അതിൻ്റെ ദീനിൻ്റെ ഒരു കുട്ടിയാണ്, അതിൻ്റെ റബ്ബിനെ തേടുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകണം. ആര് വിചാരിക്കും? റസൂൽ വിചാരിക്കും. എൻ്റെ വീട്ടിൽ രാത്രിയായാൽ മിക്കവാറും രാത്രികളിൽ റസൂൽ വരും, സിദ്ദീഖ് വരും, ഫാറൂഖ് വരും, ഉസ്മാൻ വരും, അലി വരും, റളിയല്ലാഹു അൻഹും, അവരൊക്കെ വരും. എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരും. നീ ഓടേണ്ടത് അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. അവരെ നീ അവലംബിക്കാണ് വേണ്ടത്. നിൻ്റെ പ്രശ്നം തീർക്കാൻ അവർക്ക് കഴിയില്ല. ഒരിക്കലും ഇതിനാണ് സുന്നി അറിയാം. പക്ഷേ അവർ നീ അവലംബിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൻസർ ഞാമീൻ പറയും, അവരും നീയും ഒരുപോലെയല്ല. ചില വിഡ്ഢികൾ പറയും നമ്മളും അവരൊക്കെ ഒരുപോലെയല്ലേ. അല്ല, അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരും നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിക്കാത്തവരുമാണ്. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അങ്ങനെ നമ്മൾ വിജയിച്ചവരല്ല. അപ്പോൾ ഞാനും ഒക്കെ മൊയ്തീൻഷക്കും നമ്മളൊക്കെ ഒരുപോലെ അല്ല. അവർ അള്ളാഹിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരാണ്. എന്തുകൊണ്ട്? അവരെ കൊണ്ട് കോടാനക്കോടി ആളുകൾ അള്ളാഹിനെ പറ്റി ചിന്തിച്ചു. നമ്മൾ അള്ളാഹുവിലേക്കൊരു മാനദണ്ഡമല്ല, പിശാചിലേക്കാണ് മാനദണ്ഡം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നീ എവിടുന്ന് പോകുന്നത് അപ്പുറത്തേക്ക് എത്തണം, പിന്നീട് വന്നോളൂ. എന്തിനു പിടിക്കണം? അപ്പം നീ അവലംബിക്കേണ്ടത് ആരെയാണ്? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. എന്താ പറഞ്ഞു? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. അവരൊക്കെ എൻ്റെ വീട്ടിലെ സെർവൻറ്റുകളാണ്. എൻ്റെ വീട്ടിൽ ചായ ക്ലാസ് എടുത്ത് കൊടുക്കണം പണി അവർക്ക്, ഔലിയാക്കന്മാർക്കും കുത്തുബുകൾക്കും. എന്താ എൻ്റെ അർത്ഥം? അവരൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തിയതിൻ്റെ അപ്പുറത്ത് ഞാൻ കണ്ടെത്തിയതിനാ കാരണം. അത് കാരണം അവിടെ വിജയം. അള്ളാഹുവിനെ, നിൻ്റെ കൽബ് അള്ളാഹുവിൽ ടച്ച് ചെയ്താൽ നിനക്ക് പുതിയൊരു പേര് വരും. എന്താണ് ആ പേര്? നിൻ്റെ കൽബ് അള്ളാഹുവിൽ ടച്ച് ചെയ്താൽ മതി, അപ്പം നിനക്കൊരു പുതിയ പേര് വരും. നിൻ്റെ കൽബ് നീ അള്ളാഹ് ചെല്ലാർക്കൊക്കെ ചെയ്തോളി. അള്ളാഹു എന്ന് നിൻ്റെ കൽബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടച്ച് ചെയ്യേണ്ട വിധത്തിൽ ടച്ച് ചെയ്തു, പിന്നെ പോവില്ല. അതവിടെ പിടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇലക്ട്രിക് ട്രെയിൻ പോകണ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവർക്ക് ഇതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണമേ റബ്ബേ. ഒരു ആമീൻ പറയും ചങ്ങന്മാരെ. ഇലക്ട്രിക് ട്രെയിന് പോകണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ട്രെയിനിലും കയറിയിട്ട് ചായയും പരിപ്പാടിയും തിന്നാൽ പോരല്ലോ, അതിന് മേലൊക്കെ നോക്കിക്കൂടെ നിങ്ങൾക്ക്? എന്താ അവിടെ നടക്കണത്? ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് ഒരു കേബിൾ ഉണ്ടാവും. എങ്ങോട്ട്? ഇലക്ട്രിക് കമ്പിയിലേക്ക് ഒരു കേബിൾ ഉണ്ടാവും. ഈ കേബിൾ ടച്ച് ചെയ്താൽ വണ്ടി ഓടും. ആ കമ്പിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, കറണ്ട് ഉണ്ട്. അപ്പൊ ഈ കേബിളൊന്നും ടച്ച് ചെയ്താൽ മതി. കേബിള് കമ്പിനെ പിടിക്കണോ? കേബിൾ കമ്പിനെ പിടിച്ചാൽ പിന്നെ വണ്ടി ഓടൂലല്ലോ. പറ ചങ്ങായി, ഇങ്ങനെ പിടിച്ചിട്ട് കൂട്ടണോ? പിന്നെ എന്ത് മതി? പറയടാ ചങ്ങാതി, ടച്ച് ചെയ്താൽ മതിയടോ. ഇതന്നെയാണ് നിന്റെ കൽബ് അല്ലാഹ് എന്നതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് പുതിയ പേരുണ്ടാവും. എന്ത്? എനിക്കൊരു പേരുണ്ടാവും, മുഅ്മിൻ. അത് ഈ കുത്തുബിൻ്റെ മേലെയാ. എന്ത് കുത്തുബി അങ്ങനെ മുഅ്മിനായ പോലെ. മുഅ്മിനായ മതിയല്ലോ, പിന്നൊക്കെ സൗകര്യമല്ലേ.
മന്ത്രിസഭയിൽ ഓൻ്റെ പേരുണ്ടായാൽ മതിയല്ലോ. പിന്നെ ഏത് മന്ത്രി ആയാലും എന്താ, മന്ത്രിസഭ കൂടുമ്പോൾ ഓനാണ് കയറാലോ. ഓന് തൊഴിലില്ല മന്ത്രിയാണ്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല മന്ത്രിയാണെങ്കിലും ഓൻ ആരാണ്? മന്ത്രിയല്ലടേ. എങ്ങായി മന്ത്രിസഭ കൂടുന്ന നേരത്തെ ബനാട് കയറി ചെല്ലാതെ എന്നെ പറ്റൂല, ഓന് പണിയൊന്നുമില്ല, തൊഴിലില്ല മന്ത്രിയാണ്. തൊഴിലില്ല, വേതനം കൊടുക്കണ മന്ത്രിയല്ല, എന്തില്ല, വകുപ്പില്ല മന്ത്രിയാണ്. എന്നാലും അവൻ ആരാണ്? മന്ത്രിയാണടാ. കുത്തുബൊന്നും ആണ്ട, ഔലിയപ്പാപ്പി ആണ്ട, ആരായാ മതി മുഅ്മിൻ. നിന്റെ കൽബ് അല്ലാഹ് എന്നതിൽ ടച്ച് ചെയ്താൽ നിന്റെ വണ്ടിയാണ് ഓടും. എവിടേക്കാണ് ഓടാ? നഹ്വ റബ്ബിക്, നിന്റെ റബ്ബിന്റെ നേർക്കോടും. നിന്നെ തൊടാൻ ഒരാൾക്ക് കഴിയൂല. വഅൻതുമുൽ അലൗന ഇൻ കുൻതും ഖുത്ബീൻ. അങ്ങനെയല്ലേ ആയത്ത്? അല്ല, അങ്ങനെയല്ലേ ആയത്ത്? എന്താണ് അന്തം വിട്ടവരെ നിങ്ങൾ ഇരിക്കുന്നത്? വഅൻതുമുൽ അലൗന ഇൻ കുൻതും ഖുത്ബീൻ, നിങ്ങൾ ഖുത്ബുകളാണെങ്കിൽ നിങ്ങൾ മേലെയാണ്. അങ്ങനെയാണോ അന്തങ്ങമ്മിയെ ആയത്ത്? വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മേലെ. അല്ല അലൗൻ, ഏറ്റവും മേലെ, നിങ്ങളെ മേലെ ആരുമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആരാ മുഅ്മിൻ? അവന്റെ കൽബ് ടച്ച് ചെയ്തിട്ടുണ്ട് ആരിൽ? അല്ലാഹ്. ബസ്. അപ്പൊ അവരെന്തായി?